അങ്ങനെ ഇന്ന് നമ്മുടെ നോമ്പ് തുടങ്ങിയിട്ട് ഇത് 10 ദിവസമായിരിക്കണം. എന്ത് പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോകുന്നത്. ജ്യൂസ് മുന്തിരി ഉണ്ടായിരുന്നില്ല കേട്ടോ, കയ്യിലുണ്ടായിരുന്നത് മറ്റേ കുരുവില്ലാത്ത വലിയ മുന്തിരി ഉണ്ടല്ലോ, അതായിരുന്നു. അതിനെ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് മധുരവും കൂടെ അതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് വെച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ദം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടിട്ടു. അതിൻ്റെ കൂടെ തന്നെ വേറൊരു പാത്രത്തിൽ നമ്മളുടെ ബിരിയാണീൻ്റെ അരി ജീരകശാല റൈസായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും നെയ്ച്ചോറ് പോലെ ഞാനവിടെ വേവാൻ വെച്ചു. അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഊറ്റിയെടുക്കാറാണ് കേട്ടോ പതിവ്. എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് ലാസ്റ്റ് ദം ചെയ്യുന്നതാണ് കേട്ടോ എനിക്കൊരു സുഖം കിട്ടുക. ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ മുന്തിരി നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കളറ് കുറച്ചും കൂടെ നല്ല റെഡ് കളറായി വരും. അത് വേറെ അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടേക്കണം. അതിനുശേഷം നമ്മൾ ബിരിയാണീൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോളയും തക്കാളിയും മല്ലിയിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മസാലേൻ്റെ ഇത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ മുകളിൽ കൊടുത്തേക്കാം. എല്ലാവരും അതൊന്ന് കയറി കാണും കേട്ടോ. എനിക്ക് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ ഇഷ്ടം. പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നതിന്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു നെയ്ച്ചോറ് അത് നമ്മൾ ദം ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടു. അത്രയ്ക്ക് വലിയ അലങ്കാരമൊന്നുമില്ല, കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് വിതറി കൊടുത്തിട്ട് പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി കലക്കിയ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുത്തു. ഒരു 10 മിനിറ്റ് തീ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തീ സിമ്മിലാക്കിയിട്ട് മൂടി വെച്ച് ഒരു 15-20 മിനിറ്റ് വെച്ച് തന്നെ ദം റെഡി കേട്ടോ. അങ്ങനെ നമ്മുടെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ കാണാൻ മറക്കണ്ട, ചാനലിൽ കയറി നോക്കാം. അല്ലെങ്കിൽ ഈ ലിങ്കിൽ നിൽക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ വീഡിയോ കാണാൻ പറ്റും. ഗ്രേപ്പ് ജ്യൂസും അതുപോലെ തന്നെ ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മുന്തിരി ജ്യൂസ് അല്ലെങ്കിലും കുടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു.